2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ ചില ലാഭനഷ്ടക്കണക്കുകളൊക്കെ ഇപ്പോഴേ പലരും കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട്. എന്തായാലും ഒരാൾക്ക് വിജയവും മറുഭാഗത്ത് പരാജയവും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ വിജയിക്കുന്ന ഇടങ്ങളിൽ പോലും അവിടെയും നഷ്ടത്തിൻ്റെ കണക്കുകൾ നിരത്താനുണ്ട്. തോൽക്കുന്നിടത്ത് വിജയത്തിൻ്റെ കണക്ക് നിരത്തുന്ന ശീലമാണ് CPM-നുള്ളത്. അവർക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല, തോറ്റു എന്നുള്ള ഒരു പദം അവർക്കില്ലതായി. ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് സമയമാകുന്നതിന് കുറച്ച് നാൾ മുമ്പ് പലയിടങ്ങളിൽ നിന്നും മുന്നണി മാറ്റം ഒക്കെ സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പോൾ അറിയേണ്ടത് എല്ലാവർക്കും ജോസ് കെ മാണി LDF വിട്ട് UDF-ലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത്. ജോസ് കെ മാണി ആവർത്തിച്ച് പറയുന്നുണ്ട് LDF മുന്നണി വിടില്ല എന്ന്. ജോസ് കെ മാണി ആവർത്തിക്കുന്നതിൻ്റെ കാര്യം ഇത് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഈ പള്ളിക്കാരും പട്ടക്കാരും പറയുന്നതനുസരിച്ചാണ് കേരള കോൺഗ്രസ് എന്നും നിലകൊണ്ടിട്ടുള്ളത്. കാരണം ക്രൈസ്തവരാണല്ലോ അതിനകത്ത് പ്രധാനമായിട്ടും പങ്കാളികളായിട്ടുള്ളത്. അതുകൊണ്ട് ഏറെക്കാലമായി പള്ളിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുന്നണി വിട്ടു വരണമെന്നുള്ളത്. കാരണം അവർക്ക് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. പക്ഷേ UDF-ലേക്ക് കയറി ചെല്ലാനായിട്ടും ജോസ് കെ മാണി മടിച്ചു നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഇറക്കി വിട്ടതാണെന്ന് പറയുന്നു, അവർ പറയുന്നു ഇറങ്ങിപ്പോയതാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് VD സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അടൂർ പ്രകാശ് സ്വാഗതം ചെയ്ത് നിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇറങ്ങിപ്പോകാൻ ഒരു മടിയോടുകൂടിയാണ് ഇപ്പോൾ ജോസ് കെ മാണി നിൽക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ ജനിച്ചു വീണ നാൾ മുതൽ തൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊടിവെച്ച കാറ് കണ്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ കൊടിവെച്ച കാറ് വന്നിട്ട് ഏറെക്കാലമായി എന്നുള്ളതാണ്. അതുകൊണ്ട് കൊടി വയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുക എന്നുള്ളതും മനസ്സിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ സമയത്ത് 2021 മത്സരിച്ച ഇടങ്ങളിൽ 5 ഇടത്ത് മാത്രമാണ് LDF തരംഗമുണ്ടായിട്ട് പോലും 5 ഇടത്ത് മാത്രമാണ് വിജയിച്ചത്. ആ വിജയിച്ചിടത്ത് പോലും വലിയ ഭൂരിപക്ഷമൊന്നും നേടാനായിട്ട് സാധിച്ചിട്ടില്ല. റാന്നിയിലെ 1029 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് പ്രമോദ് നാരായണന് കിട്ടിയത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ തരംഗം അതിശക്തമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ആ റാന്നി മണ്ഡലമൊക്കെ തന്നെ കൈവിട്ടു പോകും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ വലിയൊരു മാറ്റം LDF-ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത്. പിന്നെ ഇനിയിപ്പോൾ അവിടെ LDF-ൽ സംഭവിക്കാൻ പോകുന്നത് ഇവർക്ക് മാത്രം, അതായത് റോഷി അഗസ്റ്റിൻ്റെ സീറ്റ് മാത്രം ഒരുപക്ഷെ നിൽക്കും. അവിടെ മാത്രമാണ് അല്പം ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളത്. ഒരു മന്ത്രിസ്ഥാനമാണല്ലോ അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റോഷി അഗസ്റ്റിൻ ഒരുപക്ഷെ വിജയിച്ചു വന്നു എന്ന് വരാം. അപ്പോൾ ഒരു MLA മാത്രമുള്ള ഒരു പാർട്ടിയായിട്ട് ചുരുങ്ങുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജോസ് കെ മാണി ഇനി എവിടെ നിൽക്കുമെന്നുള്ളതും ഒരു പ്രശ്നമാണ്. കാരണം UDF-ലേക്ക് വന്നാൽ പാല കൊടുക്കില്ല. അത് മാണി സി കാപ്പൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാൻ പാല എടുത്തു കഴിഞ്ഞു എന്നാണ്. പിന്നെ കടുത്തുരുത്തി, അത് മോൻസി ജോസഫിൻ്റെതാണ്. മോൻസ് ജോസഫ് ഒരിക്കലും മാറിക്കൊടുക്കത്തില്ല. കടുത്തുരുത്തിയിലെ ജോസ് കെ മാണിക്ക് നോട്ടം ഉണ്ടായിരുന്നതാണ്. UDF-ലേക്ക് വന്നാൽ തിരുവമ്പാടി കൊടുക്കാമെന്ന് ലീഗ് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അത് ലീഗിൻ്റെ സീറ്റാണ്. ലീഗ് അത്രത്തോളം ത്യാഗം സഹിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, കാരണം 26-ലെങ്കിലും അധികാരത്തിൽ വരണം. അതുകൊണ്ട് ലീഗ് ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്. ഇപ്പോൾ കളമശ്ശേരി, എറണാകുളം മണ്ഡലം കോൺഗ്രസുമായിട്ട് വെച്ചുമാറാൻ തയ്യാറാകുന്നുണ്ട്. ഗുരുവായൂർ മണ്ഡലം കെ മുരളീധരന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യം പക്ഷെ ജോസ് കെ മാണിക്ക് പലപ്പോഴും പാർട്ടിയിലെ വൻ തകർച്ചയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. ഈ UDF-ലേക്ക് ചെല്ലുന്നതിനോട് ജോസഫ് ഗ്രൂപ്പിന് വലിയ താല്പര്യമൊന്നുമില്ല. ജോസഫ് ഗ്രൂപ്പിന് 2 സീറ്റ് മാത്രമാണ് നിലവിലുള്ളത്.
അത് പിന്നെ പാലായിൽ, തൊടുപുഴയിലും മറ്റൊന്ന് കടുത്തുരുത്തിയിലുമാണ്. പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കും. മകൻ അബു ആയിരിക്കും മത്സരിക്കുക. പി ജെ ജോസഫ് പാർട്ടി ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകും. അപ്പോൾ കടുത്തുരുത്തിയും ഇത് രണ്ടും മാത്രമേ നിൽക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ജോസ് കെ മാണിക്ക് സംഭവിക്കാൻ പോകുന്നത്, ഈ നമ്മുടെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ അവസ്ഥയിലേക്ക് ചുരുങ്ങും. അതായത് അനൂപ് ജേക്കബ് ഒരു സീറ്റുമായിട്ട് നിൽക്കുകയാണ്, ഒറ്റയാൾ പട്ടാളമായിട്ട് നിൽക്കുകയാണ്, പിറവത്ത് നിന്നുള്ള MLA-യുമാണ്. ആ സ്ഥിതിയിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒതുങ്ങും. പിന്നെ ജോസ് കെ മാണി വിഭാഗം LDF വിട്ട് UDF-ലേക്ക് വന്നാൽ ഇതിലൊരു പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം റോഷി അഗസ്റ്റിൻ പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് LDF വിട്ട് വരാൻ ഒട്ടുമേ താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ പിളർപ്പ് അനിവാര്യമായി മാറും. പക്ഷെ കേരള കോൺഗ്രസ് പിളരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമൊന്നുമല്ല. പിളർപ്പുണ്ടാകണം. കെ എം മാണി പറഞ്ഞതുപോലെ പിളരും തോറും വളരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതവിടെ സംഭവിച്ചിരിക്കും. ഇടയ്ക്ക് പി ജെ ജോസഫ് പറഞ്ഞതാണ് കേരള കോൺഗ്രസ് എല്ലാവരും ഒന്നിക്കണം എന്നുള്ളത്. പക്ഷെ പിന്നീട് അദ്ദേഹം അത് മാറി കേരള കോൺഗ്രസ് ജോസ് കെ മാണി അങ്ങോട്ടേക്ക് വരുന്നതിൽ പോലും വിയോജിപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം അവർക്കിപ്പോഴുള്ള സ്ഥാനം കുറയും എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. കാരണം ജോസ് കെ മാണി വരുമ്പോൾ ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ക്രൈസ്തവരുടെ മുഴുവൻ വോട്ട് സമാഹരിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണുള്ളത്. പക്ഷേ അതൊക്കെ ഏതാണ്ട് തകർന്ന് ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. കാരണം ജോസ് കെ മാണിയിലുള്ള ഒരു വിശ്വാസ്യത പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴും മാറി മാറി പോവുക, ഇത് അധികാരത്തിന് വേണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ജോസ് കെ മാണി എവിടെ ഇരുന്നാലും UDF-ലിരുന്ന സമയത്തും അധികാരത്തിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളെല്ലാം അനുഭവിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയതിലുള്ളത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് LDF-ൽ നിന്ന് കനത്ത പരാജയം ഏറ്റുവാങ്ങി ഒരു ഏകാംഗമായിട്ടുള്ള ഒരു MLA മാത്രമായിട്ട് ഒതുങ്ങി ഒരുപക്ഷെ LDF ഒരു തകർച്ചയിലേക്ക് നീങ്ങുമ്പോൾ ജോസ് കെ മാണിക്ക് മുന്നണി വിടേണ്ടി വരും. UDF-ലേക്കായിരിക്കില്ല പോവുക, NDA-യെ കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോവുക. ഇതിനു മുമ്പ് പല ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ജോസ് കെ മാണി അങ്ങോട്ട് പൂർണ്ണമായിട്ടും വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനോടൊപ്പം UDF-ലും ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ആദ്യ സമയത്ത് മുൻകൈ എടുത്തത് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. അതാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തിരുവമ്പാടി മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം തിരുവമ്പാടി ഒരു സുരക്ഷിത മണ്ഡലമായിട്ടാണ് ലീഗ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ CPM-ൻ്റെ MLA ആണ്. അത് ഏതാണ്ട് ഒരു 3000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തവണ തിരിച്ചു പിടിക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ്. പക്ഷെ ജോസ് കെ മാണിക്ക് എന്തായാലും പാലയോടായിരുന്നു കൂടുതൽ ആഭിമുഖ്യം ഉണ്ടായിരുന്നത്. ആ പാല എന്തായാലും ഇനിയും മാണി സി കാപ്പനുള്ള കാലം വരെയും അത് തിരിച്ചു കൊടുക്കുകയുമില്ല. എന്തായാലും ജോസ് കെ മാണിക്കായിരിക്കും 2026-ൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നത്. ആ പാർട്ടിക്കുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.